ഹരിഹരവർമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന രേഖകളായിരുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ്, പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ ട്രസ്റ്റിയാണെന്ന രേഖ എല്ലാം വ്യാജമായിരുന്നു. സ്വന്തം ഫോട്ടോ എടുക്കാൻ പുറത്തു നിന്നുള്ള ആരെയും അനുവദിച്ചിരുന്നില്ല. പാലക്കാട് കോയമ്പത്തൂർ ബൈപ്പാസിലും ആറ്റിങ്ങൽ മാമത്തും വീടും സ്ഥലവും വർമ്മയ്ക്കുണ്ടായിരുന്നു. കേസ് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും വർമ്മയുടെ ബന്ധുക്കളായി ആരും മുന്നോട്ട് വന്നില്ല. 3648 രത്നങ്ങൾ വർമ്മയ്ക്ക് എവിടെ നിന്നും ലഭിച്ചു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. രാജകൊട്ടാരങ്ങളിൽ കാണുന്ന പുരാതന വിഗ്രഹങ്ങളടക്കം പാലക്കാട്ടെ വീട്ടിൽ നിന്ന് CI ഷീൻ തറയിലിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് അടക്കം വർമ്മ നടത്തിയ രത്നവ്യാപാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഒരിക്കലും പുറത്തു വന്നില്ല. ഹരിഹരവർമ്മയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചും കഴുത്തിനേൽപ്പിച്ച ഗുരുതരമായ പരിക്കുകൾ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർ മൊഴി നൽകിയിരുന്നു. സുഹൃത്ത് ഹരിദാസിനെ പോലീസ് പ്രതി ചേർത്തെങ്കിലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കോടതി വിട്ടയച്ചു.